വീഡിയോയിലേക്ക് സ്വാഗതം. സഖാവ് VS അച്യുതാനന്ദൻ മരിച്ചു. അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, വളരെ കാലം പാർട്ടി നേതാവായിരുന്നു, പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു. സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി പോലുമായി, സംസ്ഥാന സെക്രട്ടറിയായി അത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തി. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എന്തറിയാം? ഇന്ന് നമ്മൾ കണ്ണേ കരളെ VS എന്ന് പറഞ്ഞിട്ട് ജനം അദ്ദേഹത്തെ പുകഴ്ത്തിപ്പാടുന്നത് കണ്ടു. ഇസഡ് തലമുറയിലുള്ള ചെറിയ കുട്ടികൾക്ക് പോലും VS ഒരു ആരാധന പാത്രം ആയിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ആയത്? എന്തുകൊണ്ടാണ് ജനങ്ങൾ VSനെ ഇഷ്ടപ്പെടുന്നത് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ പഠനം നടത്താം. എന്നതിനോടൊപ്പം തന്നെ VS എങ്ങനെയാണ് ലോക നേതാക്കളുമായി താരതമ്യം ചെയ്യപ്പെടുന്നത് എന്ന് നോക്കാം. ആയിരത്തി 1923 ആലപ്പുഴ ജില്ലയിൽ പുന്നപ്രയ്ക്കടുത്ത് പരവൂർ ഗ്രാമത്തിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ജനനം. ജനിക്കുമ്പോൾ തന്നെ അക്കാലത്തെ 1923 കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ പുതിയ ജാതി വ്യവസ്ഥ, പ്രത്യേകിച്ചും ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ, ആ സ്ഥലങ്ങളിൽ കൊടിയ ജാതി വ്യവസ്ഥ നിലനിൽക്കുകയും സവർണരായ ഭൂപ്രഭുക്കൾ അടിമകളെ പോലെ അവരുടെ കുടികിടപ്പുകാരെ, ഓരോ വീട്ടിലും 10ഉം 15ഉം ഫാമിലികൾ, കുടുംബങ്ങൾ കുടികിടപ്പുകാരായിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ മർദ്ദിക്കുകയും കൊന്നു തള്ളുകയും ചെയ്തുകൊണ്ടിരുന്ന കാലം. ആ കാലത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു പഠനം അതിനെക്കുറിച്ച് നടത്തേണ്ടി വരും, അന്നത്തെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും അറിയാനായിട്ട്. അന്നേക്ക് VS ജനിക്കുന്നതിന് ഏകദേശം ഒരു 30 കൊല്ലം മുമ്പ് 1892 സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം കന്യാകുമാരിയിലേക്ക് അദ്ദേഹത്തിന്റെ അവസാന കാലത്തേക്ക് വേണ്ടി നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളും സന്ദർശിച്ചതായിട്ട് അറിയുന്നു. അന്ന് സ്വാമി വിവേകാനന്ദൻ കേരളത്തെക്കുറിച്ച് പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയമാണെന്നാണ്. കേരളം ഭ്രാന്താലയമാണെന്ന് പറയാനുള്ള കാരണം ഇവിടെ നിലനിന്നിരുന്ന കൊടിയ ജാതി വ്യവസ്ഥയും വിവേചനങ്ങളും ഇത്തരത്തിലുള്ള ക്രൂരതകളും മറ്റുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് പറയുമ്പോൾ തന്നെ അന്നത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥ, ജാതി വ്യവസ്ഥ എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. VS അച്യുതാനന്ദന്റെ അച്ഛനും അമ്മയും ഈഴവ ജാതിയിൽപ്പെട്ടവരായിരുന്നു. വിവേചനം നേരിട്ടിരുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു ഈഴവ സമുദായം. ആ സമുദായത്തിൽ ജനിച്ച് VS അച്യുതാനന്ദൻ വേലിക്കകത്ത് വീട്ടിൽ പറവൂരിൽ ജനിച്ചു വീണു. അക്കാലത്തെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും താൻ നേരിട്ട വിഷമങ്ങളെക്കുറിച്ചും പലപ്പോഴായി പല അഭിമുഖങ്ങളിലും VS തന്നെ പറഞ്ഞിട്ടുണ്ട്. മിഡിൽ ക്ലാസ്സിലേക്ക്, 5ാം ക്ലാസ്സിലേക്ക് എത്തിപ്പെട്ട VS ഒരു സ്കൂൾ മാറി വേറൊരു സ്കൂളിലോട്ട്, പറവൂരിൽ നിന്നും പുന്നപ്രയിലേക്കുള്ള സ്കൂളിലോട്ട് മാറിയപ്പോൾ ആ ഏരിയയിൽ ഒരു അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് സവർണരായിട്ടുള്ള കുട്ടികൾ ഇവരെ റാഗ് ചെയ്യുന്നത് പോലെ ഉപദ്രവിക്കുന്ന, അടിക്കുന്ന, മുട്ടിലെഴയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവർണരായിട്ടുള്ള പല കുട്ടികളും അത് സഹിച്ചു പോവുകയായിരുന്നു. വീട്ടിൽ വന്നിട്ട് അതിനെക്കുറിച്ച് പരാതി പറഞ്ഞ VSനോട് അച്ഛൻ പറഞ്ഞത് ഇതിനെ എതിരാടാൻ പഠിക്കണം എന്നാണ്. അന്ന് മുതൽ തന്നെ നമുക്ക് നേരിടേണ്ടി വരുന്ന വ്യവസ്ഥാപരമായിട്ടുള്ള വിഷമതകളെ എതിർക്കാനുള്ള പരിശീലനം അദ്ദേഹത്തിന്റെ അച്ഛനിൽ നിന്ന് കിട്ടി. അച്ഛൻ ചെയ്തതെന്തെന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ളതിൽ നിന്നും കുറച്ചുകൂടെ കട്ടി കൂടിയ തരത്തിൽ ഒരു പിടി ഒക്കെ ഉള്ളതുപോലെ ഒരു അരഞ്ഞാളം ഉണ്ടാക്കി കൊടുത്തു. ആ വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അടുത്ത ദിവസം വീണ്ടും ആ കുട്ടികൾ ആക്രമിക്കാൻ വന്നപ്പോ ഈ അരഞ്ഞാണം ഊരി VS അവരെ ആക്രമിക്കുകയും ഓടിച്ചു വിടുകയും ചെയ്തതായിട്ടുള്ള കഥ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബാല്യകാലത്തെ കുറിച്ച് പറയുമ്പോൾ
ചെറുപ്പത്തിൽ തന്നെ, വളരെ ചെറുപ്പത്തിൽ 4 വയസ്സ് പ്രായമുള്ളപ്പോൾ വസൂരി പിടിപെട്ട് അമ്മ മരിക്കുന്ന ഒരനുഭവം VS-നുണ്ടായി. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയുന്ന കുഞ്ഞിനോട്, ആ പയ്യനോട്, VS-നോട് അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിന് പിറകിൽ ഒരു ചായ്പ് പോലെയുള്ള സ്ഥലത്തിൽ അമ്മയെ കാണിക്കുകയും ഇവർ മാറി താമസിക്കുകയും, വസൂരി പകരാതിരിക്കാൻ വേണ്ടി മാറി താമസിക്കുകയും ചെയ്തു. പിന്നീട് അമ്മ മരണപ്പെട്ടു. അച്ഛന്റെ സഹോദരി വീട്ടിൽ വന്നു നിന്ന് ഈ കുട്ടികളെ വളർത്തുകയായിരുന്നു. അമ്മ മരണപ്പെട്ടപ്പോൾ തന്നെ, അമ്മ രോഗബാധിതയായി കിടക്കുമ്പോൾ തന്നെ VS ഒരുപാട് ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ ജീവന് വേണ്ടിയിട്ട്. പക്ഷെ അത് ഫലവത്തായില്ല. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 11 വയസ്സ് ആ പ്രായം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛനും ആകസ്മികമായിട്ട് മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. ഈ 2 സംഭവങ്ങളും കൂടെ ആയപ്പോൾ അവർ അനാഥരായി മാറുകയും VS ശരിക്കും ദൈവങ്ങളെ വെറുക്കാനും ദൈവങ്ങളില്ല എന്ന് വിശ്വസിക്കാനും, ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഇത് ചെയ്യില്ലായിരുന്നു എന്ന് തോന്നൽ VS-നുണ്ടായി. അച്ഛന്റെ മരണത്തോടെ പൂർണ്ണമായും അനാഥനായി മാറിയ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ പരവൂരിൽ തന്നെ നടത്തിയിരുന്ന ഒരു ജൗളിക്കടയിൽ ജൗളിക്കട എന്ന് പറഞ്ഞാൽ അന്ന് തുണിക്കടകൾക്ക് ജൗളിക്കട എന്നാണ് പറഞ്ഞിരുന്നത്, വസ്ത്രശാല. ജൗളിക്കടയിൽ തുണി മുറിച്ചു കൊടുക്കുന്ന ജോലിക്കായി ചേർന്നു. അങ്ങനെ തുണി മുറിച്ചു കൊടുക്കുന്ന ജോലിക്കായി ചേർന്ന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസിലെ ചില പ്രസംഗങ്ങൾ കേൾക്കാനും മറ്റ് കോൺഗ്രസിന്റെ ആക്ടിവിറ്റീസ്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് പരിശോധിക്കാനുമുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെയിരിക്കെ ആസ്പിൻവാൾ കമ്പനിയില്, കയർ കമ്പനിയില്, ആസ്പിൻവാൾ കമ്പനിയില് ആളിനെ എടുക്കുന്നുണ്ട്, തൊഴിലാളികളെ വേണം എന്ന് അറിഞ്ഞിട്ട് VS അവിടെ പോവുകയും അവിടെ ജോലി കിട്ടുകയും ചെയ്തു. ആദ്യം VS-ന് പട്ടാളക്കാരുടെ ടെന്റുകൾ ഉണ്ടാക്കുന്ന, അതിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ജോലിയായിരുന്നു. പിന്നീട് കയറുണ്ടാക്കുന്ന ജോലിയിലേക്ക് മാറി. അക്കാലത്ത് കുറേശ്ശെയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട്ട് അടുക്കുന്ന പല സുഹൃത്തുക്കളുമായി ഒക്കെ ചേർന്നിട്ട്, അവരൊക്കെ നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നവരാണ്, ചേർന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട്ട് അടുക്കുന്ന ഒരു രീതി ഉണ്ടായി. അങ്ങനെ 1940-43 കാലഘട്ടത്തിൽ P. കൃഷ്ണപിള്ള ആ ഭാഗത്ത്, അമ്പലപ്പുഴ, ആലപ്പുഴ, പുന്നപ്ര, വയലാർ, ആ ഭാഗങ്ങളിലൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുകയും ആളെ ചേർക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം VS-നോട് ആവശ്യപ്പെട്ടു, മുഴുവൻ സമയം കമ്മ്യൂണിസ്റ്റ് ആയിട്ട്, മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ശരി, VS-ന് താല്പര്യമുണ്ടായിരുന്നു. അന്ന് 17ാമത്തെ വയസ്സിൽ 1940-43 കാലഘട്ടത്തിൽ അദ്ദേഹം തുടങ്ങിയ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അവരെ സംഘടിപ്പിക്കുന്ന, പിന്നീട് കയർ തൊഴിലാളികളെ, പിന്നീട് കർഷക തൊഴിലാളികളെ, പിന്നെ കടൽ തൊഴിലാളികളെ, മീനുമായിട്ട് മത്സ്യബന്ധന തൊഴിലാളികളെ, ഇത്തരത്തിൽ തുടങ്ങി എല്ലാ തരത്തിലുള്ള തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു 101 വർഷം നീണ്ടുനിന്ന ജീവിതം എന്നും തൊഴിലാളികളോടൊപ്പമായിരുന്നു. മരണം വരെ തന്നെ അദ്ദേഹത്തിന്റെ പരിശോധിച്ചാൽ അദ്ദേഹം തൊഴിലാളികൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, മണ്ണിന് വേണ്ടി, വയലുകൾക്ക് വേണ്ടി, വയൽക്കിളികൾക്ക് വേണ്ടി, പർവ്വതങ്ങൾക്ക് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി, എല്ലാ തരത്തിലും മനുഷ്യ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് മനുഷ്യരോടൊപ്പം നിൽക്കുകയും ദാരിദ്ര്യവും ദുഃഖവും അനുഭവിക്കുന്ന അല്ലെങ്കിൽ പിന്തള്ളപ്പെട്ടിട്ടുള്ള സമൂഹത്തിനോടൊപ്പം നിൽക്കുകയും തൊഴിലാളികൾക്കൊപ്പം നിൽക്കുകയും 2025 അദ്ദേഹം മരിക്കുന്ന കാലം വരെയും അദ്ദേഹം തൊഴിലാളികളെ കുറിച്ച് മാത്രം സംസാരിക്കുകയും അവർക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഒരു വ്യക്തിയാണ് എന്ന് പറയാം. ആദ്യമായി P. കൃഷ്ണപിള്ള VS-നെ ഏൽപ്പിച്ച ദൗത്യം കുട്ടനാട്ടിലെ നെൽകൃഷിക്കാരെ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. കുട്ടനാടിനെ കുറിച്ച് പറഞ്ഞാൽ, അന്നത്തെ കുട്ടനാടിന് ചില പ്രത്യേകതകളുണ്ട്, നമുക്കെല്ലാം അറിയാം. കുട്ടനാട് കേരളത്തിലെ നെല്ലറയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. കുട്ടനാട് എന്ന പ്രദേശം കടലിന്റെ നിരപ്പിന് താഴെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ട് വെള്ളം കയറും. വെള്ളം കയറുന്നത് ഉപ്പുവെള്ളവും കയറാറുണ്ട്, കടൽ വെള്ളവും കയറുന്നുണ്ട്. അങ്ങനെ ആയതിനാൽ അവിടെ പണ്ടുകാലം മുതൽ തന്നെ
ഈ കൃഷിസ്ഥലങ്ങളെ ബണ്ടുകൾ നിർമ്മിച്ച് വെള്ളത്തിൽ നിന്നും തടഞ്ഞു നിർത്തുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അത്തരത്തിലൊരു ശീലത്തില് അതിനോടൊപ്പം തന്നെ ഒരു അന്ധവിശ്വാസം കൂടി ഉണ്ടായിരുന്നു. അന്ന് തൊഴിലാളികളുടെ രക്തം ആ ബണ്ട് നിർമ്മിക്കുമ്പോൾ ബണ്ടിൽ വീണു കഴിഞ്ഞാൽ ബണ്ട് പൊട്ടില്ല എന്നൊരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അന്ന് തൊഴിലാളികൾക്ക് വളരെ തുച്ഛമായ ശമ്പളം കൊടുക്കുകയും ശമ്പളം കൂട്ടിച്ചോദിച്ചാൽ അവരെ മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയും അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ തിരിഞ്ഞു നിൽക്കുന്ന തൊഴിലാളികളെ മനഃപൂർവമായി കൊന്ന് അവരുടെ രക്തം ബണ്ടുകളിൽ തെറിപ്പിക്കുകയും അതിനടിയിലുള്ള ചെളിയിൽ അവരുടെ ശരീരം ചവിട്ടിത്താഴ്ത്തുകയും ചെയ്തിരുന്ന തരത്തിലുള്ള ഒരു മേലാളത്വം, ഒരു തരത്തിലുള്ള ജന്മിത്വം ആ നാട്ടിൽ നിലനിന്നിരുന്നു. അതിനെതിരായി കർഷകരെ സംഘടിപ്പിക്കാനും തൊഴിലാളികൾക്ക് അവബോധം വളർത്താനും കമ്മ്യൂണിസത്തെക്കുറിച്ച് പഠിപ്പിക്കാനുമായിട്ട് VS അച്യുതാനന്ദനെ കൃഷ്ണപിള്ള കുട്ടനാട്ടിലേക്ക് അയച്ചു. കുട്ടനാട്ടിന്റെ സ്ഥിതി പരിതാപകരമായിരുന്നു. ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലമായിരുന്നു. ആയതിനാൽ തന്നെ ആയിരിക്കും വിവേകാനന്ദൻ കുട്ടനാടിനെ കുറിച്ച് അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് ഭ്രാന്താലയം എന്ന് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ വളർന്നു വന്ന VS അച്യുതാനന്ദന് ഈ തരത്തിലുള്ള ഭൂപ്രഭുക്കന്മാരോട് പേടിയും ഒക്കെ തന്നെ ജീവഭയവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ 1946 കാലഘട്ടത്തിൽ സർ CP ക്കെതിരെ രാജാവിന്റെ ദിവാനായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവിന്റെ ദിവാനായിരുന്ന സർ CP ക്കെതിരെ പുന്നപ്ര, വയലാർ എന്നീ സ്ഥലങ്ങളിൽ നടത്തിയ സമരത്തിനോടനുബന്ധിച്ച് ഒളിവിൽ പോയ VS അച്യുതാനന്ദനെ പൂഞ്ഞാറിൽ നിന്ന് ഒളിവിലായിരുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും പാലായിൽ കൊണ്ടുപോയി ജയിൽ കമ്പികൾക്ക് പുറത്തേക്ക് കാല് വലിച്ചിട്ടിട്ട് ചക്കര കയർ കൊണ്ട് കാല് കെട്ടിവെച്ചിട്ട് ലാത്തിയുമായിട്ട് ചേർത്ത് കെട്ടിവെച്ചിട്ട് ചൂരൽ കൊണ്ട് കാലിന്റെ പാദത്തിൽ നിരന്തരമായി അടിച്ചുകൊണ്ടേയിരുന്നിട്ട് ചോദിക്കുന്നത് KP പുന്നൂസ് എവിടെ, EMS എവിടെ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു. ഇദ്ദേഹം അതിന് മറുപടി പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ദേഷ്യം വന്നിട്ട് പോലീസുകാരൻ അയാളുടെ കയ്യിൽ നിന്ന് തോക്കിന്റെ ബയണറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് തോക്കിന് മുന്നിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തും പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷവും എന്റെയൊക്കെ ഓർമ്മയിലുള്ള കാലത്ത് പോലും ബയണറ്റ് ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഒരു കത്തി പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പണ്ട് കേട്ടിരുന്നത് അത് വിഷം പുരട്ടിയിട്ടുള്ളതാണ്, ദേഹത്ത് കൊണ്ടുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പഴുക്കും എന്നൊക്കെ പറയുമായിരുന്നു. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എങ്കിലും ഒരു ബയണറ്റ് ഉണ്ടായിരുന്നു. ആ ബയണറ്റ് കൊണ്ട് ഇദ്ദേഹത്തിന്റെ കാലിന്റെ പാദത്തിൽ കുത്തി മറുപുറത്തേക്ക് വന്നു. മറുപുറത്തേക്ക് വന്നപ്പോൾ രക്തപ്രവാഹം ഉണ്ടായി. ഒരുപാട് രക്തം കാലിൽ ഒരുപാട് അടിയും കൊണ്ടതാണല്ലോ. അപ്പൊ അവിടത്തേക്ക് കുറെ ബ്ലഡ് ഫ്ലോ കൂടുതൽ ഉണ്ടാവുമല്ലോ. രക്തപ്രവാഹം ഉണ്ടായി. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ബോധം നശിച്ചപ്പോ പോലീസുകാർ പറഞ്ഞു ഇവനെ കൊണ്ടുപോയി ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ കൊണ്ട് കളഞ്ഞിട്ട് പോവാ. അന്നൊക്കെ അത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പോലീസുകാര് ഒരു തരത്തിൽ ബ്രിട്ടീഷുകാരുടെ പോലീസാണല്ലോ, അത്തരത്തിലായിരുന്നു പെരുമാറിയിരുന്നത്. ഇദ്ദേഹത്തെ കുറ്റിക്കാട്ടിലേക്ക് കളയാൻ വേണ്ടി കൊണ്ടുപോയപ്പോ ഇയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് 2 കള്ളന്മാര് 40ഓളം കേസുകളിൽ ജയിലിൽ കിടക്കുന്ന, ദിവസവും കോടതികളിൽ പോകുന്ന കള്ളന്മാരെ അതിൻ്റെ അകത്ത് കയറ്റി. അതിലൊരു കള്ളന്റെ പേര് കള്ളൻ ഗോപാലൻ എന്നാണ്. കള്ളൻ ഗോപാലൻ ഈ വണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് ചെറിയൊരു അനക്കം പോലെ തോന്നിയിട്ട് ഇദ്ദേഹത്തിന്റെ മൂക്കിൽ വിരൽ വെച്ച് നോക്കുകയും അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതായിട്ട് പറയുന്നു. അതല്ല VS നേരത്തെ ഉള്ള കാലത്ത് പറഞ്ഞിരുന്നത്, ശരിക്കും അവര് കുറ്റിക്കാട്ടിൽ കാട്ടിനകത്ത് കൊണ്ട് കളഞ്ഞിട്ട് പോവുകയും അവിടെ നിന്ന് ഗോപാലൻ അറിയിച്ച പ്രകാരം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വന്ന് ഇദ്ദേഹത്തെ മൃതപ്രാണനായിട്ട് ബോധമില്ലാതെ കിടന്ന VSനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി രക്ഷിച്ചു എന്നതുമാണ്. അതിനുശേഷവും അടിയന്തരാവസ്ഥ കാലത്തും മറ്റുമായിട്ട് പീഡന പരമ്പരകൾ അനുഭവിച്ച, ചിലപ്പോ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച നേതാക്കന്മാരിൽ ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഒരേ ഒരാളായിരിക്കും VS അച്യുതാനന്ദൻ എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ ത്യാഗപൂർണമായ ജീവിതമാണ്. അദ്ദേഹം മരണം വരെ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് തന്നെ തുടർന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ ത്യാഗങ്ങൾ, ഈ തരത്തിലുള്ള മർദ്ദനങ്ങളും മറ്റു കാര്യങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായി വളരെ വളരെ അധികം അത്ഭുതത്തോടു കൂടി മാത്രം നോക്കിക്കാണുന്ന തരത്തിലുള്ള ക്രൂരത അദ്ദേഹത്തോട് പോലീസ് കാണിച്ചിരുന്നു.
എസ് അച്യുതാനന്ദൻ അറസ്റ്റ് ചെയ്യപ്പെട്ട പുന്നപ്ര വയലാർ സമരത്തിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം 1943-44 കാലഘട്ടത്തിൽ തന്നെ CP രാമസ്വാമി, തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ ദിവാനായിരുന്ന മന്ത്രിയായിരുന്ന CP രാമസ്വാമിക്ക് എതിരായിട്ടുള്ള സമരങ്ങൾ ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ നടത്തി വന്നിരുന്നു. ആ നടത്തി വന്നിരുന്നത് CP രാമസ്വാമിയുടെ പലതരത്തിലുള്ള നയങ്ങളെ വിമർശിക്കുന്ന തരത്തിലായിരുന്നു. അന്ന് CP ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹം മദ്രാസുകാരനാണ്. അന്നത്തെ മദ്രാസ് റെസിഡൻസി ഏരിയയിലുള്ള ചെന്നൈയിൽ നിന്നുള്ള ആളായിരുന്നു. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോളിസികൾ നടപ്പിലാക്കുകയും ക്രൂരമായി ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു വന്ന ഒരു ഭരണകർത്താവായിരുന്നു എന്നതുകൊണ്ട് തന്നെ മാർക്സിസ്റ്റ് പാർട്ടി പലപ്പോഴായി അദ്ദേഹത്തിനെതിരായിട്ട് പലതരത്തിലുള്ള സമരങ്ങൾ നടത്തി വന്നു. ഈ പുന്നപ്ര വയലാർ സമരത്തിന് കാരണം ഒരു അമേരിക്കൻ സിസ്റ്റം, അമേരിക്കൻ രീതിയാണെന്ന് പറഞ്ഞിട്ട് പുതിയ സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്ന CPക്കെതിരായിട്ട്. അത് മാത്രമല്ല, CP രാമസ്വാമി അന്ന് ബ്രിട്ടീഷ് സർക്കാരുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നു, കേരളത്തിന് അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ ആയിരുന്നു അത്. ചിത്തിര തിരുനാൾ മഹാരാജാവുമായിട്ട് സംസാരിച്ച് അദ്ദേഹം അത് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിച്ചു. കേരളം പാകിസ്ഥാൻ പോലെ ഒരു പ്രത്യേക രാജ്യമാവണം, കേരളത്തിന് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ താല്പര്യമില്ല, ബ്രിട്ടീഷുകാർ കേരളത്തെ പ്രത്യേകമായി പരിഗണിക്കണം എന്ന തരത്തിൽ ഉള്ള ഒരു കത്തിടപാട് നടന്നുകൊണ്ടിരുന്നു. ബ്രിട്ടീഷുകാരും അത് അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരനായ KCS മണി എന്ന വ്യക്തി തിരുവനന്തപുരം സംഗീത കോളേജിൽ, സ്വാതി തിരുനാൾ സംഗീത കോളേജിനകത്ത് കച്ചേരി കേട്ടോണ്ടിരിക്കും. അടുത്ത ദിവസം CP രാമസ്വാമിക്ക് മദ്രാസിൽ പോകണം. മദ്രാസിൽ പോയി അവിടെ റെസിഡന്റിനെ കാണണം, ബ്രിട്ടീഷുകാരുമായി ഈ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം ആയതുകൊണ്ട് തന്നെ കച്ചേരിക്കിടയിൽ ഇറങ്ങി പുറത്തേക്ക് വന്ന് വണ്ടി കയറി പോകാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ ഇതിനിടയിൽ ഈ KCS മണി CP രാമസ്വാമിയെ വെട്ടി വളരെ കഴുത്തിലാണ് വെട്ടിയത്. ഒരുപാട് മുറിവേറ്റ CP രാമസ്വാമി ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമിക്കാനായിട്ട് ഊട്ടിയിലോട്ട് പോയി. ഊട്ടിയിൽ പോയിട്ട് അതിനുശേഷം പിന്നെ അദ്ദേഹം ചെന്നൈയിലോട്ടാണ് പോയത്. പിന്നെ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം തിരികെ വന്നില്ല. അതുകൊണ്ട് മാത്രമാണ് കേരളം ഇന്ത്യയോട് ചേർന്നത്, അല്ലെങ്കിൽ കേരളം വേറൊരു സംസ്ഥാനമായി മാറുമായിരുന്നു എന്ന് ചരിത്ര രേഖകൾ പറയുന്നു. എത്രത്തോളം വിശ്വസനീയമാണെന്നറിയില്ല. കാരണം നെഹ്റുവും സർദാർ പട്ടേലും ഒക്കെ കേരളത്തെ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളെയും, ഇന്ത്യ കുറെ രാജ്യങ്ങളായിരുന്നു, ഈ രാജ്യങ്ങളെ ഒത്തുചേർക്കാനായി ഒരുപാട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. അപ്പോൾ ഈ പുന്നപ്രയിലും വയലാറിലും ആ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഈ CP രാമസ്വാമിയുടെ നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭം, പ്രതിഷേധം നടത്തുന്നതിനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ ക്യാമ്പുകൾ ഉണ്ടാക്കി അവർക്ക് പരിശീലനം നടത്തി. അപ്പൊ ഇതില് 3 ക്യാമ്പുകളുടെ ചാർജ് VS-നായിരുന്നു. VS-ന്റെ ചാർജ് എന്തുവാണെന്ന് പറഞ്ഞാൽ, ഈ ക്യാമ്പില് ഈ പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞു വന്ന ആൾക്കാരെ വെച്ചുകൊണ്ട് അവിടെ ആയുധ പരിശീലനം നടത്തുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഇവരുടെ കയ്യിൽ ആയുധമൊന്നുമില്ല. അതുകൊണ്ട് കമുകിന്റെ തടി വളരെ നീളത്തിൽ വെട്ടിയെടുത്തിട്ട് അതിന്റെ ഒരറ്റം കൂർപ്പിച്ചിട്ട് വാരിക്കുന്തങ്ങൾ എന്ന് പറഞ്ഞിട്ട്, വയലാറിലെ പുന്നപ്രയിലെ വാരിക്കുന്തങ്ങൾ എന്ന് പറയാറുണ്ട്. അത്തരത്തിലുള്ള അതിന്റെ പ്രയോഗം, അതിന്റെ ആയുധ പരിശീലനം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ വരുന്ന തൊഴിലാളികൾക്ക് ഒരു രാഷ്ട്രീയ വിശദീകരണം വേണം, രാഷ്ട്രീയമായ അറിവ് കൂടെ വേണം, കമ്മ്യൂണിസത്തെ കുറിച്ച് പഠിക്കുക കൂടി വേണം. അതായിരുന്നു VS-ന്റെ ചുമതല. 3 ക്യാമ്പുകളിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുക, അവരെ പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് VS പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് അത് പട്ടാളക്കാരെ നേരിടുകയും ഈ വാരിക്കുന്തങ്ങൾ കൊണ്ട് നേരിടുകയും ഒരുപാട് പേര് അതിൽ മരിച്ചു പോവുകയും ചെയ്തിട്ട് അവരെ എല്ലാം വലിയ ചുടുകാട് എന്ന സ്ഥലത്ത് പുന്നപ്രയിൽ അടക്കുകയും പിന്നീട് VS തന്നെ അതിൽ കുറച്ചുകൂടെ സ്ഥലം കൂടെ വാങ്ങിച്ചു ചേർത്ത് അതിനെ ഒരു വലിയ ചുടുകാടാക്കിയിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ പുന്നപ്ര വയലാർ സമരം കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു സമരമാണ്. ദിവാന്റെ പരിഷ്കാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് കർഷക തൊഴിലാളികളും ചേർന്ന്
നടത്തിയ വിപ്ലവത്തിന്റെ ഒരു മൂവ്മെന്റാണ്. പട്ടാളക്കാരുടെ വെടിയുണ്ടകൾക്ക് മുന്നിൽ ധൈര്യമായി നിന്നുകൊണ്ട് വാരിക്കുന്തങ്ങൾ കൊണ്ട് അവരെ കുത്തിമുറിയേൽപ്പിക്കാൻ ശ്രമിച്ച പാർട്ടിക്കാർ, സഖാക്കൾ ആ ഭാഗത്തു നിന്നും ഒരു ചരിത്രത്തിന്റെ ഒരു അംശമായി മാറുന്നു എന്നതിന് സംശയമില്ല. അതിനുശേഷം അവിടെ നിന്നും KP പുന്നൂസിന്റെ അറിവോടുകൂടി പൂഞ്ഞാറിലേക്ക്, കോട്ടയത്തേക്കും പിന്നീട് പൂഞ്ഞാറിലേക്കും ഒളിവിൽ പോയ VS-നെ പിടിച്ചു കൊണ്ടുവന്നാണ് മർദ്ദിച്ച് അവശനാക്കി ഇത്തരത്തിൽ കളഞ്ഞത്. ഇതിനുശേഷവും പല പല കാലഘട്ടങ്ങളിലായി അദ്ദേഹത്തിന് ഒരുപാട് മർദ്ദനം സഹിക്കേണ്ടി വന്നു എന്നതാണ് ചരിത്ര സത്യം. VS പോരാടി വളർന്നത് പട്ടിണിയോടാണ്, രാജവാഴ്ചയോടെയാണ്, പ്രഭുത്വത്തോടാണ്. P. കൃഷ്ണപിള്ളയ്ക്ക് VS-ലെ പോരാട്ട വീര്യം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് VS അച്യുതാനന്ദനെ അന്ന് ആ നിയോഗം ഏൽപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോക്കപ്പിലെ അടികൾക്കിടയിലൂടെ 2 കാലുകളും പുറത്തേക്കിട്ട് കൂട്ടിക്കെട്ടി ബയണറ്റ് കാലിൽ കുത്തിക്കയറ്റിയതിനു ശേഷം മൃതപ്രായനായ VS-നെ ഒരു ചതുപ്പിൽ തള്ളാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ സഹതടവുകാരായിരുന്ന കള്ളൻ കോലപ്പൻ മൂക്കിൽ വിരൽ വെച്ച് നോക്കിയപ്പോൾ പ്രാണനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചു വന്നാണ് VS. അന്ന് തുടങ്ങിയതാണ് VS-ന്റെ തിരിച്ചുവരവ്. അതുകൊണ്ടാണ് 101-ാം വയസ്സിലും 27 ദിവസം വെന്റിലേറ്ററിൽ കഴിയുമ്പോഴും VS ഉയിരോടെ തിരിച്ചു വരുമെന്ന് അദ്ദേഹത്തിന്റെ മണം അറിഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടിട്ടുള്ള, അദ്ദേഹത്തിന് ഒപ്പം നിന്നിട്ടുള്ളവർക്കൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നത്. 1979-ലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് VS-ന്റെ ഹൃദയം ഒന്ന് ഇടഞ്ഞത്. അന്ന് VS-ന്റെ ജീവിതചര്യകൾ മാറ്റി, ശീലങ്ങൾ മാറ്റി, നിഷ്ഠ മാറ്റി. ജൈവ അരിയും ജൈവ പച്ചക്കറിയും ഉപ്പില്ലാത്ത സാമ്പാറും ഒക്കെ അദ്ദേഹത്തിന്റെ ഭക്ഷണശീലം ക്രമപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, ഉദയത്തിനു മുമ്പേ ഉണർന്ന് യോഗ ചെയ്യുക, ഇളം വെയിൽ കൊള്ളുക, നടക്കുക. ആലപ്പുഴയിലെ സമ്മേളനത്തിൽ പാർട്ടിയോട് കലഹിച്ച് നേരം പുലരും മുമ്പേ വീട് വിട്ട് ഇറങ്ങുന്നതിന് മുമ്പ്, വേലിക്കകത്തെ വീട് വിട്ട് ഇറങ്ങുന്നതിന് മുമ്പും VS 25 മിനിറ്റ് നടന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിലും വിട്ടുവീഴ്ചയില്ലാതെ പോരാടി മാത്രം ജീവിച്ച, പോരാടി മാത്രം മുന്നോട്ട് പോയി, പോരാടി മാത്രം നേട്ടങ്ങൾ. VS-ന് ഗോഡ്ഫാദർമാരുണ്ടായിരുന്നില്ല. VS-ന്റെ ഗോഡ്ഫാദർ എന്ന് പറഞ്ഞാൽ VS-ന്റെ ശരികൾ മാത്രമാണ്. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വഴിയെക്കുറിച്ച് പറയുമ്പോൾ നിരന്തരമായ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ ജീവിതം നയിക്കുകയും 12 വർഷം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട്, സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയും അതിനു മുമ്പ് 1965-ൽ നയപരമായ വ്യത്യാസം കണ്ടുകൊണ്ട് നാഷണൽ കൗൺസിലിൽ നിന്നും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും 32 പേർ ഇറങ്ങി വന്ന് പുതിയൊരു പാർട്ടിയെ പ്രഖ്യാപിക്കുകയും അറസ്റ്റ് വരിക്കുകയും ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തതിൽ ഒരാളാണ് VS അച്യുതാനന്ദൻ. തന്റെ 76-ാമത്തെ വയസ്സിൽ പോലും പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം 3 പ്രാവശ്യം പ്രതിപക്ഷ നേതാവായി. എന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അദ്ദേഹത്തിന്റെ 76-ാമത്തെ വയസ്സിലാണ്. ഓൾഡ് വൈൻ എന്നൊക്കെ പറയുന്ന പോലെയാണ്. അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ജനങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുകയും ജനങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. 2006-ല് അദ്ദേഹം 83-ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയാവുകയും അതിനോടൊപ്പം തന്നെ IT റവല്യൂഷൻ പോലെയുള്ള IT പരമായിട്ടുള്ള സ്വതന്ത്ര സോഫ്റ്റ്വെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതായിട്ട്, കർഷകർക്ക് പലിശയില്ലാത്ത ലോൺ കൊടുക്കുന്ന പദ്ധതി കൊണ്ടുവന്നു. അതുപോലെ പെൻഷനും കർഷക പെൻഷനും അതും ഇതുമെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത്തരത്തിലുള്ള മികച്ച പ്രവർത്തനം നടത്തിയത്. ആദ്യകാലം മുതൽ തന്നെ ഒരു പിന്തിരിപ്പനാണെന്നും ഒരു വികസന വിരുദ്ധനാണെന്നും നിർബന്ധം പിടിക്കുന്ന ഒരു നേതാവാണെന്നും VS-നെ കുറിച്ച് പറയുമെങ്കിലും ഇത്തരത്തിലുള്ള മഹത്വപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ ഇവിടെ ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന VS അച്യുതാനന്ദൻ എന്ന നേതാവിന്റെ പാർട്ടിക്കുള്ളിലും പുറത്തുമുള്ള ജീവിത വഴികളിൽ ഉണ്ടായിരുന്ന തോൽവികളെയും മറ്റും കുറിച്ചാണ്, നഷ്ടങ്ങളെയും കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ 12 വർഷം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. 85-ൽ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ കടന്നുകൂടിയെങ്കിലും പിന്നീട് ഇങ്ങോട്ട് 11 പ്രാവശ്യം പാർട്ടി നടപടികൾ നേരിടുകയും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു എന്നതാണ് സത്യം. അത്തരം കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തോൽവികളെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അന്ന് പരക്കെ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, പാർട്ടി ജയിക്കുമ്പോൾ VS തോൽക്കുകയും VS ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം. അദ്ദേഹത്തിന് ഒരിക്കൽ പോലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകുന്ന സമയം വരെയും അദ്ദേഹം ഒരിക്കൽ പോലും
പാർട്ടിയുടെ ഭാഗമായി, സർക്കാരിന്റെ ഭാഗമായ ഒരു മന്ത്രിയായിരുന്നില്ല എന്നുള്ളത് വളരെ വളരെ ഒരു ചിന്തനീയമായ, ഒരിക്കലും ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ 80 വയസ്സ് വരെ കാത്തിരിക്കില്ല ഒരു മന്ത്രിയാവാൻ വേണ്ടി. പക്ഷെ അദ്ദേഹത്തിന് അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. ജീവിതം എപ്പോഴും അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ടേയിരുന്നു. എപ്പോഴൊക്കെ ജയം ആവശ്യമാണോ അപ്പോഴെല്ലാം അദ്ദേഹം നേരിട്ട് തോൽവിയാണ്. എന്നാൽ പാർട്ടി തോൽക്കുന്ന സമയത്ത് അദ്ദേഹം ജയിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് സ്ഥാനങ്ങളിൽ എത്തപ്പെടാൻ പറ്റിയില്ല. അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവാവുന്നത്. ആ തരത്തിൽ അദ്ദേഹത്തിന്റെ തോൽവികളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെക്കുറിച്ചും നമുക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്ക് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നും പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങളോടൊപ്പം നിൽക്കുകയും സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമെതിരായിട്ട് വളരെ ടഫായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടി ജനങ്ങളുടെ അംഗീകാരം പലപ്പോഴും അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. പുന്നപ്ര വയലാർ സമരത്തെയും CP രാമസ്വാമിയെയും കുറിച്ച് പറയുമ്പോൾ PS-ന്റെ ജീവിതത്തിൽ ഒരു രസകരമായ ഒരു സംഭവം കൂടി പറയേണ്ടി വരും. അന്ന് CP രാമസ്വാമി ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള വസ്ത്രം, അതായത് ജുബ്ബ ആണ് PS പിന്നീട് അങ്ങോട്ട്, അത് CP രാമസ്വാമിക്ക് മാത്രം അങ്ങനെ വേണ്ട, ഞാനും ഇത് തന്നെ ധരിക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം ജീവിതകാലം മുഴുവൻ ധരിച്ചത് കഴുത്തില്ലാത്ത, കോളറില്ലാത്ത ഒരു ജുബ്ബ CP രാമസ്വാമി ധരിക്കുന്നത് പോലെയുള്ള ജുബ്ബയാണ്. പുന്നപ്ര വയലാറിന് ശേഷവും അതിനോടനുബന്ധിച്ചും പലപ്പോഴായി പലതരത്തിലും ഉള്ള മർദ്ദനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പിൽക്കാലത്ത് അനശ്വരനായ നടനായി തീർന്ന സത്യന്റെ യഥാർത്ഥ പേര് സത്യനേശൻ നാടാർ എന്നാണ്. സത്യനേശൻ നാടാർ അവിടെ SI ആയിരിക്കുകയും അദ്ദേഹം തന്നെ VS അച്യുതാനന്ദനെ അറസ്റ്റ് ചെയ്ത് അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത കഥകൾ ആ നാട്ടിലെ ജനങ്ങൾ പറയുന്നുണ്ട്. അത് സത്യമാണോ എന്ന് അറിയില്ല. സത്യനേശൻ അവിടെ ഉണ്ടായിരുന്നു, സത്യനേശൻ അദ്ദേഹത്തെ ആക്രമിച്ചു എന്നുള്ളത് ഒരു രസകരമായ ഒരു ചരിത്രത്തിന്റെ ഒരു നിയോഗമായി കരുതാം. അന്നത്തെ സമൂഹം പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും സവർണ മേധാവിത്വത്തിലായിരുന്നു. സവർണരായിട്ടുള്ള ജനങ്ങൾ അവർണരായും അധകൃതരായും ഉള്ള ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായി മുന്നോട്ട് വന്ന് അവരെ സഹായിക്കുന്ന രീതിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നത്. വളരെ വലിയ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നും EMS നമ്പൂതിരിപ്പാട് പാർട്ടിയിലേക്ക് വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദത്തുപുത്രനായിട്ട് EMS അറിയപ്പെട്ടു. താത്വിക ആചാര്യനായി. നമ്പ്യാരായിരുന്ന AKG വളരെയധികം നല്ല വിദ്യാസമ്പന്നനും, അദ്ദേഹം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയും മറ്റും ചെയ്യുന്ന, പാർലമെന്റിലൊക്കെ പോയി സംസാരിക്കുന്ന, പാർലമെന്റിൽ പോലും പലരും അദ്ദേഹത്തെ വളരെ പേടിയോടെ കണ്ടിരുന്ന തരത്തിലുള്ള നേതാവായിരുന്നു. ഇവരെല്ലാം സവർണരായിരുന്നു. അപ്പോ EMSന്റെ നേതൃത്വത്തിൽ AKG മരിച്ചു പോവുകയും പിന്നീട് EMSന്റെ പൂർണ്ണമായിട്ടുള്ള നേതൃത്വം പാർട്ടിക്കകത്ത് ഉണ്ടാവുകയും അക്കാലത്ത് വളരെയധികം ജനശ്രദ്ധ നേടിയിരുന്ന KR ഗൗരി അമ്മയെ പോലും മുഖ്യമന്ത്രിയാകാൻ സമ്മതിക്കാതെ, അല്ലെങ്കിൽ VS അച്യുതാനന്ദന് വളരാനുള്ള ഒരു വളമുണ്ടാക്കി കൊടുക്കാതെ EK നയനാരെ തന്നെ, സവർണനായ EK നയനാരെ തന്നെ പാർട്ടിയുടെ ചുമതലകളിലേക്കും മുഖ്യമന്ത്രി പദത്തിലേക്കും വീണ്ടും വീണ്ടും കൊണ്ടുവരുവാൻ EMS ശ്രമിച്ചിരുന്നു. അച്യുതാനന്ദനെ പോലെയുള്ള ആൾക്കാർക്കോ KR ഗൗരിയെ പോലെയുള്ള ആൾക്കാർക്കോ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പൊസിഷൻസ് കൊടുക്കുന്നതിൽ നിന്നും പാർട്ടി പിന്നോട്ട് പോയി നിന്നിരുന്നു എന്നുള്ളത് ചരിത്ര സത്യമാണ്. ഞാനിപ്പോ പറയുന്നതിൽ പലർക്കും വിമർശനമുണ്ടാകാം, പലതരത്തിലുള്ള കമന്റുകളോ പൊങ്കാലയോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ സത്യം അതാണ്. AKG ആയാലും EMS ആയാലും P ശങ്കരപിള്ള ആയാലും P കൃഷ്ണപിള്ള ആയാലും ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരും സവർണരായിരുന്നു. ആദ്യത്തെ EMS മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ തന്നെ സർക്കാരിനെ ഉപദേശിക്കുന്ന കമ്മിറ്റിയിൽ പ്രധാനിയായിരുന്നു VS അച്യുതാനന്ദൻ. പക്ഷെ പിന്നീട് അങ്ങോട്ട് അവരുടെ അച്യുതാനന്ദന്റെ കാലത്തുള്ള മറ്റ് നേതാക്കന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ജനങ്ങളുടെ ഇടയിൽ വളർന്നു വരാൻ കഴിഞ്ഞില്ല. പാർട്ടി സ്ഥാനങ്ങളിൽ അദ്ദേഹം എത്തി സംസ്ഥാന സെക്രട്ടറിയായി 12 വർഷം സംസ്ഥാന സെക്രട്ടറിയായി നിലനിന്നു എന്നുള്ള എല്ലാം സത്യമാണ്. പക്ഷെ വളരെ കാലത്തോളം ആ നേതാക്കളെല്ലാം മരിച്ച് മൺമറഞ്ഞു പോകുന്നത് വരെയും ഒരിക്കലും ജനങ്ങൾ VSനെ അംഗീകരിച്ചില്ല. അക്കാലത്തെ യുവാക്കളായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് വ്യക്തികളോട് ചോദിച്ചാലും ഒരിക്കലും VSന്റെ ഒരു പ്രസംഗം കേൾക്കാൻ പോലും ആൾക്കാരുണ്ടാവാറില്ല. അന്ന് EMSനെ ഒരു താത്വിക ആചാര്യൻ എന്ന നിലയിൽ അദ്ദേഹം പറയുന്ന മൊഴിമുത്തുകൾ കേൾക്കാനായിട്ട് ആൾക്കാർ പോകുമായിരുന്നു.
കെ നയനാറിന്റെ നർമ്മങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്കാരും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാർ പോകുമായിരുന്നു. പക്ഷെ ഒരിക്കലും VSനെ കേൾക്കാൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ, ഞാൻ തന്നെ ദൃക്സാക്ഷിയായിട്ടുണ്ട്, വളരെ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. VSന് ഒരു അംഗീകാരം കിട്ടിയില്ല. പൊതുവെ ജനങ്ങൾ അറിയപ്പെട്ടിരുന്നില്ല എന്ന് തന്നെ പറയാം. ആരും VSനെ ഒരു വലിയ നേതാവായിട്ട് കരുതിയിരുന്നില്ല. കെ നായനാറിന്റെ EMSന്റെയോ പ്രഭാവത്തിൽ VS ഒന്നുമല്ലാതെ മാറി എന്നുള്ളതാണ് സത്യം. VS പിന്നെ പിന്തള്ളപ്പെട്ടു. KR ഗൗരിയമ്മയെല്ലാം കുറച്ച് KR ഗൗരിയമ്മയും ഈഴവ സമുദായത്തിലുള്ള നേതാവാണ്. AK ഗോപാലന്റെ ഭാര്യ സുശീല ഗോപാലനും ഈഴവ സമുദായത്തിലുള്ള നേതാവാണ്. ഇവരെല്ലാം കുറച്ചുകൂടി VSനേക്കാൾ കുറച്ചുകൂടി പോപ്പുലർ ആയിരുന്നു. ജനം KR ഗൗരിയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനം വരുമായിരുന്നു. പക്ഷെ VSന് അത്തരത്തിലുള്ള ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയാകുന്നത് വരെയും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു ജനശ്രദ്ധ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഇത്തരത്തിൽ KR ഗൗരി മുഖ്യമന്ത്രിയാകാതിരിക്കാനും കെ നയനാർ മുഖ്യമന്ത്രിയാകാനുമായിട്ട് വളരെയധികം ശ്രമം EMSന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പരക്കെ സംസാരിക്കപ്പെട്ടിരുന്ന കാര്യമായിരുന്നു. ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമായിരുന്നു. അക്കാലത്ത് പോലും VSന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള VSന്റെ വിമർശനം അദ്ദേഹം വളരെ റഫായിരുന്നു, വളരെ കടുംപിടുത്തക്കാരനായിരുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഒരു നേതാവിന് വേണ്ട ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ സംരക്ഷിക്കുക. ഇദ്ദേഹത്തിന്റെ പിൽക്കാലത്ത് പേഴ്സണൽ സ്റ്റാഫിനെ പോലും അദ്ദേഹത്തിന് സംരക്ഷിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നില്ല. അദ്ദേഹം അത്തരത്തിലൊരു പിന്തിരിപ്പനാണെന്ന് പറയാം. എന്ന് മാത്രമല്ല, ഈ തരത്തിലുള്ള വിമർശന ബുദ്ധിയും അതിനോടൊപ്പം പ്രത്യേകിച്ചും പാർട്ടിക്കുള്ളിലും മറ്റും ഈ ഗ്രൂപ്പിസം, അന്ന് വിഭാഗീയത എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറയുന്നത്, ആശയപരമായ വിഭാഗീയത എന്ന് പറയും. കോൺഗ്രസിലാണെങ്കിൽ ഗ്രൂപ്പിസം എന്ന് പറയും. ഗ്രൂപ്പിസം ഒന്നും തന്നെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ടി നേതാവ് ആദ്യകാലത്ത് കെ നയനാരുമായിട്ട് അദ്ദേഹം പാർട്ടിയിൽ ഭിന്നാഭിപ്രായക്കാരായിരുന്നു. 2 തലത്തിലായിരുന്നു. അവർ തമ്മിൽ വലിയ മത്സരം കാഴ്ചവെച്ചു. ജനങ്ങൾക്കെല്ലാം ഇതറിയാം. പിന്നീട് കെ നയനാർ ഉണ്ടായിരുന്ന കാലത്ത്, ആ കാലത്ത് കെ നയനാറിന്റെ ഭാഗത്തു നിന്നും വളർന്നു വന്ന ഏറ്റവും ശക്തനായ നേതാവായിരുന്നു MV രാഘവൻ. അന്ന് VSനോടൊപ്പം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് VSനോടൊപ്പം നിന്ന് മലബാർ ഭാഗത്ത് നിന്നും VSന്റെ പക്ഷത്തു നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു പിണറായി വിജയൻ. പിന്നീട് MV രാഘവനെ പുറത്താക്കുമ്പോൾ എന്ന് പറഞ്ഞാല് തിരുത്തൽവാദികൾ എന്ന തരത്തിൽ കോൺഗ്രസിൽ കുറച്ച് മാറ്റം വേണമെന്നുള്ളത് രമേശ് ചെന്നിത്തലയുടെ കാർത്തികേയന്റെ ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടായ ഗ്രൂപ്പ് ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് 85 കാലഘട്ടങ്ങളിൽ തന്നെ ഒരു ബദൽ രേഖ കൊണ്ടുവന്ന് പാസാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് MV രാഘവൻ പാർട്ടിക്കുള്ളിലെ പഴയ നേതാക്കളുടെ കണ്ണിൽ കരടായി. മാറ്റം വേണം എന്നാഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഗോർബച്ചേവ് റഷ്യയുടെ പതനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ കാര്യങ്ങൾ റഷ്യയിലെ പോലെ ഒരു പ്രശ്നമായി മാറുമോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചു പോകുമോ എന്ന് VS അടക്കമുള്ള നേതാക്കൾ ഭയപ്പെടുകയും VS MV രാഘവനെ പുകച്ച് പുറത്തു ചാടിക്കാൻ വേണ്ടി പരമാവധി മെനക്കെടുകയും ചെയ്ത ഒരു നേതാവാണ്. അത്തരത്തിൽ ഈ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഏറ്റവും വലിയ ഗ്രൂപ്പുകാരൻ VS അച്യുതാനന്ദനാണ് എന്ന് പറയേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അതിന് സംശയമില്ല. അങ്ങനെ MV രാഘവനെ പാർട്ടി പുറത്താക്കുന്നു. നിയമസഭയിൽ വെച്ച് അദ്ദേഹം ആഞ്ചലോസ് ആക്രമിക്കപ്പെടുന്നു. അങ്ങനെ പുറത്ത് ചാടിച്ച് MV രാഘവൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് ഏറ്റവും കൂടുതൽ മുതലെടുക്കാൻ ശ്രമിച്ചത് VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദനാണ് അന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടറി ആയിട്ട്, ഇനി വിജയനാവട്ടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയനെ റെക്കമെൻഡ് ചെയ്ത് സംസ്ഥാന സെക്രട്ടറി ആക്കുന്നത് VS അച്യുതാനന്ദനാണ്. എന്നാൽ പിന്നീടുള്ള VS അച്യുതാനന്ദന്റെ പ്രവർത്തികളും പിണറായി വിജയന്റെ പ്രവർത്തികളും കാലങ്ങളായിട്ട് ഇവർ തമ്മിൽ തെറ്റുകയും, ആദ്യമായിട്ട് ഇവർ തെറ്റുന്നത് ഈ പാർട്ടി സമ്മേളനങ്ങളിൽ ഭൂരിപക്ഷം നേടുന്ന അല്ലെങ്കിൽ ഒരു പ്രമാണിത്വം പിടിക്കുന്ന അവസ്ഥ, VSന്റെ സ്ഥലം പിണറായി വിജയന്റെ സ്ഥലം എന്നുള്ള സ്ഥലങ്ങളിലുള്ള ഇതായി. പിന്നീട് നയനാർ മന്ത്രിസഭയിൽ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ, വൈദ്യുത മന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഒരു അഴിമതി കേസ്, ലാവ്ലിൻ കേസ്, ആ കേസിൽ പാർട്ടി പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള സ്റ്റെപ്പുകളും എടുക്കുകയും ന്യായീകരിക്കുകയും ചെയ്ത അവസ്ഥയിൽ VS മാത്രം അതിനെ തള്ളിപ്പറഞ്ഞത് പല CNDG റിപ്പോർട്ടും കാര്യങ്ങളുമായിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിൽ പോലും
അത് ഇവർ തമ്മിലുള്ള ശത്രുതയുണ്ടാക്കി. പിന്നീട് ഇവർ തമ്മിൽ വലിയ ഫൈറ്റായി. പിന്നീട് കാലങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് VS മുഖ്യമന്ത്രിയായപ്പോൾ പോലും VSന് മുഴുവനായിട്ടുള്ള പവർ പിണറായി പക്ഷം കൊടുത്തില്ല. ആഭ്യന്തര മന്ത്രിസ്ഥാനം കൊടുക്കാതെ കോടിയേരി ബാലകൃഷ്ണനെ ആഭ്യന്തരമന്ത്രിയാക്കി. അതിനോടൊപ്പം തന്നെ VSന് IT-യും പരിസ്ഥിതിയും മറ്റും കൊടുത്ത് ഒതുക്കിയിരുത്തുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിയാണ്, പക്ഷേ പ്രധാന സ്ഥാനങ്ങളില്ലായിരുന്നു. ഇതിനുള്ള കാരണം ഇവർ തമ്മിലുള്ള കുടിപ്പകയും പ്രശ്നങ്ങളും വ്യക്തിബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളും ഒരു പോര് നടത്തുന്ന കാര്യങ്ങളായിരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ഇതിന്റെ അടുത്ത ഭാഗത്തിൽ ഞാൻ വിവരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇതുകൂടാതെ നമ്മൾ മറ്റ് നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം കൂടി നമുക്ക് നോക്കണം. മറ്റ് നേതാക്കന്മാർ മറ്റു പാർട്ടികളിൽ നിന്നുള്ള പല കേസുകളും, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ഒരുപാട് അഴിമതി കേസുകൾ കൊടുത്തുകൊണ്ട് വലിയ രീതിയിൽ ശത്രുത പിടിച്ചു പറ്റാൻ VSന് കഴിഞ്ഞു. അക്കാലത്ത് ഇടമലയാർ കേസിൽ ബാലകൃഷ്ണ പിള്ളയ്ക്കെതിരെ അദ്ദേഹത്തിനെ വിടാതെ പിന്തുടർന്ന് സുപ്രീം കോടതിയിൽ പോയി അദ്ദേഹത്തിന് 1 വർഷം ജയിൽ വാങ്ങിച്ചു കൊടുത്തു VS. അതിനോടൊപ്പം കുഞ്ഞാലിക്കുട്ടിയുടെ കേസിൽ ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസ്, അതിൽ ഒരു പെൺകുട്ടി കുഞ്ഞാലിക്കുട്ടി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം വളരെ വളരെ രൂക്ഷമായിട്ടാണ് കുഞ്ഞാലിക്കുട്ടിയെ ഈ തരത്തിലുള്ള പെണ്ണുപിടിയനെ കയ്യാമം വെച്ച് ഈ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തണമെന്നാണ് VS പറഞ്ഞത്. അതുപോലെ KM മാണി ബാർക്കോഴ കേസ്, KM മാണിയുമായിട്ട് ബന്ധപ്പെട്ട കേസ്, പാമോലിംഗ് കേസ്, ആദ്യം കരുണാകരനെതിരായിട്ടും പിന്നീട് ഉമ്മൻചാണ്ടിയാണ് അതിന് സൈൻ ചെയ്തത് കോൺട്രാക്റ്റിൽ. ഉമ്മൻചാണ്ടിയുമായിട്ടും ഒരുപാട് കേസുകൾ നടത്തി വലിയ തരത്തിലുള്ള ശത്രുത പിടിച്ചു വാങ്ങിക്കാനുള്ള ശ്രമം തന്നെ VS നടത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പൊതുവെ രാഷ്ട്രീയക്കാരെല്ലാം നമ്മളെല്ലാം ഒരേ കുളത്തിലെ തവളകളാണ്, അതുകൊണ്ട് നമ്മൾ പരസ്പരം സഹായിക്കണം ഏത് പാർട്ടിയാണെങ്കിലും എന്നുള്ള നിലയിൽ ഒരു പരസ്പര സഹകരണ സംഘം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇതിനെല്ലാം പിന്തിരിഞ്ഞു നിൽക്കുകയും ജനങ്ങളോട് നിൽക്കുന്നു എന്ന ഒരു ഇമേജ് സൃഷ്ടിക്കുവാനായിട്ട് ഇതിനെല്ലാം പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് കളിയുടെ പാരമ്യത്തിൽ പലപ്പോഴും VSന് സീറ്റ് കൊടുക്കാതെ പാർട്ടി ഒതുക്കി നിർത്തുകയും പിന്നീട് ജനങ്ങൾ പ്രക്ഷോഭം നടത്തുകയും അത് പിന്നീട് പോയിട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പോളിറ്റ് ബ്യൂറോയിൽ നിന്നും നിർദ്ദേശം വന്ന് അവിടെ നിന്നും VSന് സീറ്റ് കിട്ടുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. പലപ്പോഴായി ശത്രുക്കളെ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ VSന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടിക്കകത്തും പുറത്തുമായി ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. 2011 വീണ്ടും തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഔദ്യോഗിക വിഭാഗം വീണ്ടും കടുംപിടുത്തത്തിന് മുതിർന്നു. VS മത്സരിക്കേണ്ടതില്ലെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. 2006 സമാനമായ സാഹചര്യം ഉരുത്തിരിഞ്ഞതോടെ കേന്ദ്ര നേതൃത്വം വീണ്ടും ഇടപെട്ടു. VS വീണ്ടും മലമ്പുഴയിൽ മത്സരിച്ചു ജയിച്ചു. വീണ്ടും പ്രതിപക്ഷ നേതാവായി VS അച്യുതാനന്ദനെ തന്നെ LDFന് തെരഞ്ഞെടുക്കേണ്ടി വന്നു. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ നിയമസഭയിലും പുറത്തും VS അച്യുതാനന്ദൻ ആഞ്ഞടിച്ചു. സോളാർ കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെ അടിമുടി വിറപ്പിക്കാനും VSന് സാധിച്ചു. 2016 VS അച്യുതാനന്ദൻ തന്നെ വീണ്ടും മലമ്പുഴയിൽ മത്സരിച്ചു. സംസ്ഥാന സെക്രട്ടറി പദവി ഒഴിഞ്ഞ പിണറായി വിജയനും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. 91 സീറ്റുകളോടെ LDF വൻ വിജയം സ്വന്തമാക്കി. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനം പിണറായി വിജയനാണ് പാർട്ടി നൽകിയത്. ആദ്യഘട്ടത്തിൽ VSന് പ്രത്യേക ചുമതലകളൊന്നും നൽകിയതുമില്ല. ഇത് ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചതിന് പിറകെ അദ്ദേഹത്തെ ക്യാബിനറ്റ് റാങ്കിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചു. VS എന്ന പോരാളിയുടെ സമരജീവിതം ഏറെക്കുറെ അവസാനിച്ചത് ഈ കാലഘട്ടം മുതലാണെന്ന് പറയാം. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പതിയെ VS ഉൾവലിയുന്നതാണ് പിന്നീട് കേരളം കണ്ടത്. അപ്പോഴും അദ്ദേഹത്തിന് 90-ന് മുകളിൽ പ്രായമുണ്ടായിരുന്നു എന്നത് വേറെ കാര്യം. 2019 വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്തിനു വേണ്ടിയാണ് VS ഏറ്റവും ഒടുവിൽ പൊതുവേദിയിലെത്തിയത്. പതിയെ ആരോഗ്യനില അത്ര സുഖകരമല്ലാതാവുകയും VS പൊതുജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുകയും ചെയ്തു. ഇതിനോടൊപ്പം തന്നെ വെട്ടിനിരത്തൽ സമരം അടക്കം, കമ്പ്യൂട്ടറിനെതിരായിട്ടുള്ള സമരം, വെട്ടിനിരത്തൽ സമരം അടക്കം ഒരുപാട് സമരങ്ങളിൽ പങ്കെടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വലിയ തരത്തിലുള്ള ശത്രുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു VS എന്നുകൂടി പറയേണ്ടി വരും. ഇതിൽ പ്രധാനമായി ഞാൻ മുൻപ് എടുത്തു പറഞ്ഞ കാര്യമാണ് ഇവരെ പിണറായി വിജയനെയും VS അച്യുതാനന്ദനെയും പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്താക്കുന്നത് ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് കളിയുടെ പാരമ്യത്തിലാണ്. അത് തന്നെ ഇതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഈ ഗ്രൂപ്പുകൾക്കുപരിയായി VSനോട് എല്ലാവർക്കും ശത്രുതയുണ്ടാകാനുള്ള, നേതാക്കൾക്ക് ശത്രുതയുണ്ടാകാനുള്ള കാരണം ഒരിക്കൽ പോലും ഒരു ചെറിയ കമന്റിന് പോലും, ഏതെങ്കിലും വിമർശനങ്ങൾക്ക് പോലും, പ്രസംഗങ്ങൾക്കിടയിൽ പറയുന്ന കാര്യങ്ങൾക്ക് പോലും VS ഉരുളക്കുപ്പേരി എന്നുള്ള നിലയിൽ മറുപടി കൊടുക്കാതിരിക്കുന്നില്ല, ഇരുന്നിട്ടില്ല എന്നുള്ളതാണ്.
ഇതിനെക്കുറിച്ച് വളരെ രസകരമായിട്ടുള്ള പല ഓർമ്മകളുമുണ്ട്. എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് 2011 കാലത്തെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത്, അന്ന് മുഖ്യമന്ത്രി ആകുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്നു. ആ ഇലക്ഷന്റെ ചുമതല പാർട്ടി കോൺഗ്രസ് പാർട്ടി അവരുടെ നേതാവായ രാഹുൽ ഗാന്ധിയെ ഏൽപ്പിച്ചു. രാഹുൽ ഗാന്ധി അന്ന് ഒരു 40 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം കേരളത്തിൽ വന്ന് അങ്ങോളം ഇങ്ങോളം പ്രസംഗിച്ചപ്പോൾ ഒരു പ്രസംഗത്തില് അദ്ദേഹം പറഞ്ഞത്, അടുത്ത മുഖ്യമന്ത്രിയായി നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു 93 വയസ്സുള്ള വൃദ്ധനെയാണോ നിങ്ങൾക്ക് ആവശ്യം എന്ന് ജനങ്ങളോട് ചോദിച്ചു. അപ്പൊ ഇത് നാട്ടിൽ പാട്ടായി പലരും പറഞ്ഞു നടന്നു. അപ്പൊ പാലക്കാട് ഒരു പ്രചരണത്തിൽ പങ്കെടുക്കുമ്പോൾ VS-നോട് പത്രക്കാർ ചോദിച്ചു ഇതിനുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചു. അപ്പൊ VS നേരത്തെ തന്നെ ഇത് അറിഞ്ഞിട്ട് അതിന് പ്ലാൻ ചെയ്ത് പോക്കറ്റിന്റെ അകത്ത് നിന്ന് ഒരു തുണ്ട് പേപ്പർ എടുത്തു. ആ പേപ്പറിൽ ഒരു കവിത എഴുതി വെച്ചിട്ടുണ്ട്. TS തിരുമുമ്പ് എന്ന് പറഞ്ഞ ഒരു പഴയകാല കവിയുടെ ഒരു കവിതയാണ്. ആ കവിതയാണ് രാഹുൽ ഗാന്ധിക്കുള്ള ഉത്തരമായിട്ട് VS അച്യുതാനന്ദൻ വായിച്ചത്. VS പറഞ്ഞത്, ആ കവിത എങ്ങനെയാണെന്ന് പറഞ്ഞാല്, തല നരയ്ക്കുന്നതല്ല എന്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ല എന്റെ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിന്റെ തിരുമുൻപിൽ തല കുനിക്കാത്തതാണ് എന്റെ യൗവനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വളരെ എഫക്റ്റീവായിട്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും മറ്റു കാര്യങ്ങളും ഉരുളക്കുപ്പേരിയായിട്ടുള്ള മറുപടികളും ശരിക്കും നമുക്ക് അപക്വമായിട്ട് തോന്നുമെങ്കിലും, ചിലപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണെന്ന് തോന്നുമെങ്കിലും, പൊതുജനങ്ങൾക്ക്, ഭൂരിപക്ഷം ജനങ്ങൾക്കും അത് ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ വലിയ ഫാൻസ് അത് കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ നീട്ടിയും കുറുക്കിയുമുള്ള ഭാഷ കേൾക്കാനായിട്ട് അവര് എത്താറുണ്ട്. തല നരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തല നരക്കാത്തതല്ല എന്റെ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുനിക്കാത്തതാണ് എന്റെ യൗവനം, തല കുനിക്കാത്തതാണ് എന്റെ യൗവനം. ഇതുപോലെ ഈ പറഞ്ഞതുപോലെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് പിണറായി വിജയൻ കാസർഗോഡ് നിന്ന് നവകേരള മാർച്ച് നടത്തുന്നു. ഒരു സ്ഥലത്തും VS പോയില്ല, പിണങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തില്ല. അവസാനം തിരുവനന്തപുരത്ത് അതിന്റെ സമാപന സമ്മേളനം നടക്കുമ്പോൾ പങ്കെടുത്തില്ലെങ്കിൽ വലിയ പാർട്ടി നടപടി ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള സംസാരം ഉണ്ടായപ്പോ VS അവിടെ എത്തി. പിണറായി വിജയൻ അവസരം കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം സ്റ്റേജിൽ വെച്ച് ഒരു പ്രസംഗത്തിനിടെ ഒരു കഥ പറഞ്ഞു. ആ കഥ, ഒരു പെൺകുട്ടി കടൽ കാണാൻ പോയപ്പോൾ അതിന്റെ തിരയിളക്കം കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടിട്ട് പെൺകുട്ടി എന്തോ ചെയ്തു, ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ ഒരു ബക്കറ്റ് വെള്ളം കോരി വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കരയിൽ വെച്ചപ്പോ ആ ബക്കറ്റിൽ തിരയിളകുന്നില്ല. അപ്പൊ കുട്ടി വെള്ളത്തിനോട് ചോദിച്ചു, എന്താ വെള്ളമേ ഇത് തിരയിളകാതിരിക്കുന്നത്? അപ്പോ വെള്ളം പറഞ്ഞത്, ഈ മഹാസാഗരത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ മാത്രമാണ് എനിക്ക് തിരയിളകുവാൻ കഴിയുക, ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ അശക്തനാണ്. ഇത് കേട്ട് തലകുനിച്ച് പേപ്പറിൽ നോക്കി ഇരിക്കുന്ന VS-നെ നമ്മളെല്ലാം കണ്ടു. പക്ഷെ VS വിട്ടില്ല. VS അടുത്ത ഒരു അവസരത്തിൽ പ്രസംഗത്തിൽ പറഞ്ഞത്, ഇവിടെ ഗോർബച്ചേവന്മാര് വെള്ളം കോരി വെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ഇനി വെള്ളം എടുത്ത് പെരുമാറാൻ വെള്ളമില്ലാത്ത അവസ്ഥ വരും. അങ്ങനെയാണ് ഇവിടെയുള്ള ഗോർബച്ചേവന്മാരുടെ പ്രവർത്തനമെന്ന് കുറുക്കിക്കൊള്ളുന്ന വിധം അദ്ദേഹം തിരിച്ചടിച്ചു. ഇതിനുശേഷം സ്വരാജ് ഒരിക്കൽ VS-നെ വിമർശിച്ചപ്പോൾ അദ്ദേഹം വേറെ കണ്ടസ്റ്റിൽ പറഞ്ഞതാണെന്ന് പറയുന്നു. പക്ഷേ പറഞ്ഞത് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇത്തരം നേതാക്കൾക്ക്, VS-നെ പോലെയുള്ള നേതാക്കൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്നാണ്. അവർ ചെറുപ്പക്കാരനായിട്ടുള്ള കുട്ടിയാണെന്ന് പറയാവുന്ന തരത്തിലുള്ള നേതാവാണെങ്കിൽ പോലും VS അച്യുതാനന്ദൻ വിട്ടില്ല. VS അച്യുതാനന്ദൻ പറഞ്ഞു, ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. നിങ്ങളുടെ സഹാക്കൾ പലരും ക്യാപിറ്റൽ പണിഷ്മെന്റ് ഏറ്റെടുത്തിട്ടുള്ളവരാണ്. ഇതൊക്കെ പല പ്രാവശ്യം കണ്ടിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഉരുളക്കുപ്പേരി എന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ, മറുപടികൾ അദ്ദേഹത്തെ ഈ തരത്തിലുള്ള നേതാക്കളുടെ പല എതിർപക്ഷത്തും നമ്മുടെ പക്ഷത്തുമുള്ള നേതാക്കളുടെ ശത്രുവാക്കി മാറ്റിയെന്ന് പറയേണ്ടി വരും. ബാർ കോഴ അഴിമതി കാര്യം നടന്നപ്പോൾ പുഴുക്കളും തീയും, അണയാത്ത തീയും
ചാകാത്ത പുഴുക്കളുമുള്ള നരകത്തിൽ പോയി കിടക്കുമെന്നാണ് KM മാണിയെ കുറിച്ച് VS അച്യുതാനന്ദൻ പറഞ്ഞത്. അതിന് KM മാണി പറഞ്ഞത് VS അച്യുതാനന്ദൻ അന്തിക്രിസ്തുവിനെ പോലെ സംസാരിക്കുന്നു എന്നാണ്. ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശത്രുക്കളെ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഒരുപാട് സഹായിച്ചു എന്ന് പറയേണ്ടി വരും. പലപ്പോഴും ജീവിതത്തിൽ തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതിന് കാരണം അദ്ദേഹത്തിന്റെ പക്ഷത്തു നിന്നും പ്രവർത്തിക്കാൻ ആളില്ലാതെ വന്നതാണ് എന്നതാണ് സത്യം. ഇതുകൂടാതെ സ്ത്രീകളുടെ സംരക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാൽ TP ചന്ദ്രശേഖരൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വിധവയെ കാണാൻ പോകുന്നത് VS കാണാൻ പോകുന്നത് പാർട്ടി ഇലക്ഷന് നേരിടുന്ന ദിവസമാണ്. പരക്കെ വിമർശിക്കപ്പെട്ടു, പിന്നീട് മാപ്പ് പറയേണ്ടി വന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ ഒരു സാധാരണ സ്ത്രീ അവരുടെ ഭർത്താവ് ഈ ഓൺലൈൻ ലോട്ടറി എടുത്ത് നശിക്കുന്നു എന്ന് പരാതിപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും ഓൺലൈൻ ലോട്ടറി നിരോധിക്കാൻ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു. കേരള ലോട്ടറിയും നിരോധിക്കുകയും പിന്നീട് കേരള ലോട്ടറി തിരിച്ചു വന്നു, അത് വേറെ കാര്യം. ഇതുപോലെ പെമ്പിള ഒരുമൈ സമരം, മൂന്നാറിലെ തമിഴ് വംശജരായ സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരെ ആരെയും അവരവിടെ അടുപ്പിച്ചില്ല. പക്ഷേ VS അച്യുതാനന്ദൻ അവിടെ പോയി വലിയ സ്വീകരണം ഏറ്റുവാങ്ങി, അവരെല്ലാം അദ്ദേഹത്തെ സ്വീകരിച്ചു. വലിയ നിലയിൽ ഒരു അംഗീകാരം കിട്ടി. ഇടയ്ക്ക് ഞാൻ കേട്ടു സിന്ധു സൂര്യകുമാറിനെ സൈബർ അറ്റാക്ക് നടത്തിയപ്പോൾ അവരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ സൈബർ അറ്റാക്ക് നടത്തിയപ്പോൾ അവരുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് സിന്ധു സൂര്യകുമാർ, ഞാൻ അച്യുതാനന്ദനാണ്, ഒരു കാര്യത്തിൽ പേടിക്കണ്ട, ധൈര്യമായിട്ട് നിൽക്കണം, ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായി. ഇത്തരത്തിൽ സ്ത്രീകളോട് വളരെ മയമായിട്ടുള്ള പെരുമാറ്റം, ഒന്ന് രണ്ടുമല്ല, ഒരുപാട് കാര്യങ്ങളിൽ മയമായിട്ടുള്ള പെരുമാറ്റവും അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വിമർശനാത്മകമായി മറ്റുള്ളവരെ വിമർശിക്കും. ഇപ്പോ ഗോമാത പ്രശ്നം വന്നപ്പോ അദ്ദേഹം പറഞ്ഞത്, ഈ ഗോമാത എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ ഗോമാതാവ് പശു അവരുടെ അമ്മയാണെങ്കിൽ കാള അവരുടെ അച്ഛനാണോ എന്നാണ് ചോദിച്ചത്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ, ഏത് മുസ്ലിം ജനതയെ കുറിച്ചുള്ള വിമർശനങ്ങൾ, അവര് കേരളം പിടിക്കുമെന്നുള്ള വിമർശനം, ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള ഒരു അനീതി കണ്ടാലും അതിനെ വിമർശിക്കുന്ന ഒരു സ്വഭാവം VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അത് കേരള ജനതയുടെ മനസ്സിൽ എന്നും നിലനിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള VSനെ കുറിച്ച് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് VSന്റെ മറ്റൊരു മുഖം, VSനെ ലോക നേതാക്കളുമായി താരതമ്യം ചെയ്യുന്ന കാര്യത്തിലാണ്. VS ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഫിഡൽ കാസ്ട്രോയാണെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുണ്ട്. കാരണം സീതാറാം യെച്ചൂരിയെ പല ഘട്ടങ്ങളിലും വളരെ പിന്താങ്ങിയിട്ടുള്ള ഒരാളാണ് VS അച്യുതാനന്ദൻ. എന്നാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ താരതമ്യം ചെയ്യേണ്ടത് VS അച്യുതാനന്ദനെ എബ്രഹാം ലിങ്കണുമായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും VSനെ പലരുമായും ലോക നേതാക്കളുമായും ഉപമിച്ചിട്ടുണ്ട്. യെച്ചൂരി പറഞ്ഞത് ഫിഡൽ കാസ്ട്രോയാണ് VS എന്നാണ്. എന്നാൽ ഞാൻ അദ്ദേഹത്തെ ഉപമിക്കുന്നത് എബ്രഹാം ലിങ്കണുമായിട്ടാണ്. ലോക ചരിത്രത്തിൽ നിരന്തരമായ തോൽവികൾ, ജീവിതത്തിന്റെ അവസാന കാലം 80 കാലഘട്ടം വരെ, 80 വയസ്സാകുന്നത് വരെ നിരന്തരമായി തോൽവികൾ മാത്രം ഏറ്റുവാങ്ങി മനുഷ്യൻ. ഒരിക്കൽ സുകുമാർ രവിക്കോട് പറയുന്നത് ഞാൻ ഓർക്കുന്നു, ഇദ്ദേഹം പരാജയങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നാണ്. അതുപോലെ 80 വയസ്സുവരെ തൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള വിജയങ്ങളും നേടാനാകാതെ ജീവിച്ച ഒരു മനുഷ്യനാണ് എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കണെ പോലെ തന്നെ പാവങ്ങൾക്ക് വേണ്ടി പടപൊരുതിയ ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ എന്നത് ഇവരുടെ ഒരു കമ്പാരിസൺ, ഒരു താരതമ്യപ്പെടുത്തൽ വളരെ സുഗമമാക്കി മാറ്റുന്നു. തീർച്ചയായും ഇവർ രണ്ടുപേരും തമ്മിൽ അധികായരെന്ന നിലയിൽ തന്നെ, ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നവർ എന്ന നിലയിൽ തന്നെ വളരെയധികം സാമ്യമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എബ്രഹാം ലിങ്കണും കുട്ടിക്കാലത്ത് മുതൽ ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ അനുഭവിച്ചിരുന്നു. മരം വെട്ടുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. ഒരു ബുക്കിന് വേണ്ടി 40 കിലോമീറ്ററോളം നടന്നുപോയി വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ വീട് നഷ്ടപ്പെടുകയും വെള്ളം ഒലിച്ചു പോവുകയും വെള്ളത്തിൽ ഒലിച്ചു പോവുകയും പിന്നീട് 20-ാം വയസ്സിൽ കല്യാണം കഴിച്ച് ഭാര്യ
നഷ്ടപ്പെട്ടു പോയി, ഭാര്യ മരിച്ചു പോവുകയും അതിന്റെ ദുഃഖം അനുഭവിക്കുകയും, ഇത്തരത്തിൽ ജോലി നഷ്ടപ്പെടുകയും അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ പുള്ളിക്ക് ജോലി ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. അങ്ങനെ നിരന്തരമായ പരാജയങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായും ഒരു പരാജയമാണെന്ന് കരുതിയിരുന്ന തരത്തിൽ ഒരു ദിവസം അദ്ദേഹം ഇലക്ഷന് മത്സരിക്കാൻ, പ്രസിഡന്റ് ആകാൻ വേണ്ടി മത്സരിക്കാൻ തയ്യാറാകുകയും അമേരിക്കയുടെ ഏറ്റവും പ്രശസ്തനായ ഒരു പ്രസിഡന്റായി മാറുകയും ചെയ്തു എന്നതുപോലെയാണ് VSന്റെ ജീവിതം നാം കാണുന്നത്. നിരന്തരമായ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് VS പാർട്ടി നടപടികൾ ഏറ്റുവാങ്ങുമ്പോൾ തന്നെ പാർട്ടിക്ക് തന്നെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. ഞാൻ പാർട്ടിയുടെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്, ഞാൻ പഠിച്ചതെല്ലാം പാർട്ടിയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിക്കാരനായി തന്നെ ജീവിക്കും, പാർട്ടി ലൈനിലൂടെ തന്നെ ജീവിക്കും മരണം വരെ എന്ന് പറഞ്ഞുകൊണ്ട് VS വളരെ കഠിനമായി ഉള്ള പ്രയാസങ്ങൾ, തോൽവികൾ അനുഭവിച്ച് എല്ലാത്തിനെയും മറികടന്ന്, അംഗീകാരമില്ലായ്മയെല്ലാം മറികടന്ന് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായി പാർട്ടിക്ക് വിധേയനായി നിന്നുകൊണ്ട് തന്നെ, പാർട്ടിയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയായി മാറി, അല്ലെങ്കിൽ അത്രയും വലിയ പദവികളിൽ എത്തിപ്പെട്ടു എന്നത് മാത്രമല്ല, ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ജീവിത വഴിയിൽ മുഴുവൻ തന്നെ തൊഴിലാളികൾക്കും കഷ്ടപ്പെടുന്നവർക്കും സാധാരണക്കാർക്കും വനിതകൾക്കും വേണ്ടി പ്രവർത്തിച്ച് അവരുടെയൊക്കെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനത്തിരിക്കുമ്പോൾ മാത്രമാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത് എങ്കിലും ആദ്യം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തികളെല്ലാം അങ്ങനെയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ മലയാളിയുടെ ചങ്കിലെ ഒരു റോസാപ്പൂവാക്കി VSനെ മാറ്റി എന്നുള്ളത് ആദ്യമായി ഈ മുദ്രാവാക്യം ഞാൻ കേൾക്കുന്നത് VSന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോഴാണ്. പല സ്ഥലങ്ങളിലും പ്രക്ഷോഭങ്ങളുണ്ടായി, പ്രതിഷേധങ്ങളുണ്ടായി. അന്ന് VSനെ വിളിച്ചതാണ് ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവെന്ന്. അങ്ങനെ VSനെ കുറിച്ച് കണ്ണേ കരളെ VS എന്ന തരത്തിൽ ജനങ്ങൾ എന്നുമെന്നും VSനെ ഓർക്കും. ഒരു മഹത്തായ ഏതെങ്കിലും ഒരു ദാർശനികന്റെ രൂപത്തിൽ കേരളത്തിൽ ഒരു സാമൂഹ്യ വിപ്ലവം ഉണ്ടാക്കുന്നതിൽ ഇന്ന് മലയാളി ജീവിക്കുന്ന സ്വാതന്ത്ര്യ ബോധത്തിന് ഒരു പരിധിവരെ സഹായിച്ചിട്ടുള്ള, അതിനുവേണ്ടി ഉത്സാഹിച്ചിട്ടുള്ള, പ്രവർത്തിച്ചിട്ടുള്ള, സഹിച്ചിട്ടുള്ള ഒരു നേതാവാണ് VSന്റെ ജീവിതം, രാഷ്ട്രീയ ജീവിതം എന്നും തന്നെ മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി. തല നരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തല നരക്കാത്തതല്ല എന്റെ യുവത്വവും. പുതിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുനിക്കാത്തതാണെന്റെ യൗവനം. ബലികുടീരങ്ങളെ സ്മരണകളിലും രണസ്മാരകങ്ങളെ